യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവർ നമ്മൾ ചില മനുഷ്യരെയൊക്കെ നോക്കിയിട്ടെന്ന് പറയും അവൻ വലിയ ഭാഗ്യമുള്ളവനാണ്, അവൻ വലിയ ഭാഗ്യവാനാണ്. അവനല്ല ഭാഗ്യവാൻ. സങ്കീർത്തനം 128:1 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അവിടുത്തെ വഴികളിൽ നടക്കുകയും അവിടുത്തെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. അപ്പോൾ നമ്മൾ വിലയിരുത്തുന്നത് എന്താണ്? അവൻ ഭാഗ്യവാനാണ്, അവൻ്റെ കാശുള്ളവൻ, അല്ലെ ഭയങ്കര സന്തോഷത്തോടെ നടക്കുകയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും അവൻ വലിയ ഭാഗ്യവാൻ. അവനല്ല, കർത്താവിനെ അറിയുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. കർത്താവിൻ്റെ വഴികളിൽ നടക്കുകയും അവിടുന്ന് അറിയുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. നമുക്ക് അവിടുത്തെ വഴികളിൽ നടക്കാം, അവിടുത്തോട് ചേർന്ന് നടക്കാം, അവിടുത്തെ ചിന്തകളിലോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഭാഗ്യവാൻ അവനാണ് ഭാഗ്യവാൻ. അപ്പോൾ അവിടുത്തെ ചിന്തകളിൽ നമ്മൾ വരണം, അവിടുത്തെ വഴികളിൽ നമ്മൾ നടക്കണം. അപ്പോൾ നമ്മൾ ഭാഗ്യവാനാവും. അവിടുത്തെ കൃപ കൊണ്ട് നമ്മളെ പൊതിയും. സങ്കീർത്തനം 128:1 തിരുവചനം നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ വഴികളിൽ നടക്കുകയും അവിടുത്തെ ഭാഗ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യാനുള്ള വൻ കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമേ അനുഗ്രഹിക്കണേ. അവിടുത്തെ ഭാഗ്യം കൊണ്ട്, അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.